നമസ്കാരം. വർഷങ്ങളുടെ കഷ്ടപ്പാടിനൊടുവിൽ നമ്മളൊരു PSC റാങ്ക് ലിസ്റ്റിൽ വന്നാലും എന്തെങ്കിലും ഒന്ന് നിയമനം കിട്ടുമോ എന്നൊരു വലിയ ടെൻഷൻ നമുക്കെല്ലാവർക്കും കാണും, അല്ലേ? ഇതിനൊരു കൃത്യമായ ഉത്തരം തരുന്ന സാധനമാണ് PSC റൊട്ടേഷൻ ചാർട്ട്. പക്ഷേ പലർക്കും ഇതൊരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. കുറേ അക്ഷരങ്ങളും അക്കങ്ങളുമൊക്കെ നിറഞ്ഞ ഈ ചാർട്ടിന്റെ അകംപുറം നമ്മൾ ഈ വിശദീകരണത്തിലൂടെ ഒന്ന് പൊളിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. പെട്ടെന്ന് തന്നെ ഇന്നത്തെ അജണ്ട ഒന്ന് നോക്കാം. ആദ്യം റൊട്ടേഷൻ ചാർട്ടിനെക്കുറിച്ചുള്ള ഒരു ചെറിയ മുഖവുര, പിന്നെ അതിലെ വിഭാഗങ്ങളും ചുരുക്കെഴുത്തുകളും, ഈ ചാർട്ടിലെ ഗണിതശാസ്ത്രപരമായ ക്രമീകരണം, അവസാനമായി ഈ റാങ്ക് ലിസ്റ്റും നിങ്ങളും തമ്മിലുള്ള കണക്ഷൻ. ഇത്രയുമാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് നമ്മൾ ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ വലിയൊരു പിക്ചർ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് കേരള PSCയുടെ ഔദ്യോഗിക റൊട്ടേഷൻ ചാർട്ട്. ഒറ്റ നോട്ടത്തിൽ കുറേ കള്ളികൾ മാത്രമുള്ള ഒരു വലിയ പട്ടികയാണെന്ന് തോന്നാമെങ്കിലും സംഗതി അങ്ങനെയല്ല. റാങ്ക് ലിസ്റ്റിലുള്ള ഓരോരുത്തർക്കും അഡ്വൈസ് പോകുന്നതിൻ്റെ കൃത്യമായ ഓർഡർ തീരുമാനിക്കുന്ന മാസ്റ്റർ കീയാണിത്. ഈ ഒരൊറ്റ ചാർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനത്തെ എല്ലാ നിയമനങ്ങളും നടക്കുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ബേസിക് റൂളുണ്ട്. അതായത് ഈ മുഴുവൻ സിസ്റ്റവും വർക്ക് ചെയ്യുന്നത് കൃത്യം 100 പോയിന്റുകളുള്ള ഒരു സൈക്കിളിലാണ്. 1 മുതൽ 100 വരെ. 100ാമത്തെ ആളുടെ നിയമനം കഴിഞ്ഞാൽ പിന്നെ യാതൊരു മാറ്റവുമില്ലാതെ വീണ്ടും 1ാമത്തെ പോയിന്റിൽ നിന്ന് ഇത് തുടങ്ങും. അത്രത്തോളം സ്ട്രിക്റ്റാണ് ഈ 100ന്റെ കണക്ക്. ഇനി അടുത്ത സെക്ഷൻ നോക്കാം. ഈ 100 ബോക്സുകൾക്കുള്ളിൽ കൊടുത്തിരിക്കുന്ന പലതരം വിഭാഗങ്ങളും ചുരുക്കെഴുത്തുകളും നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. ഈ ചാർട്ടിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു അക്ഷരമാണ് OC. എന്താണിതെന്നല്ലേ? ഓപ്പൺ കോമ്പറ്റീഷൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ജനറൽ കാറ്റഗറി. അതായത് പ്രത്യേക സംവരണമൊന്നുമില്ലാതെ തികച്ചും മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രം നിയമനം നടക്കുന്ന ഒഴിവുകളാണിത്. ഇനി ഈ ഗ്രിഡിൽ ബാക്കിയുള്ള അക്ഷരങ്ങൾ നോക്കാം. ഇതെല്ലാം ഓരോരോ സംവരണ വിഭാഗങ്ങളെയാണ് കാണിക്കുന്നത്. ഉദാഹരണത്തിന് E⁻T⁻B എന്നത് ഈഴവ, തീയ, ബില്ലവ വിഭാഗങ്ങളെ സൂചിപ്പിക്കുന്നു. അതുപോലെ SC എന്ന് പറഞ്ഞാൽ പട്ടികജാതി, M എന്നത് മുസ്ലിം വിഭാഗം, പിന്നെ ലാറ്റിൻ കാത്തലിക്, EWS അഥവാ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, ഒപ്പം OBC, വിശ്വകർമ്മ, ST എന്നിങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. ഈ 100 പോയിന്റ് സൈക്കിളിൽ ഓരോ വിഭാഗത്തിനും അവരുടേതായ കൃത്യമായ സ്ഥാനങ്ങളുണ്ട്. ഇനി 3ാമത്തെ സെക്ഷനിലേക്ക് വരാം. ഈ ക്രമീകരണം എങ്ങനെയാണ്? ഈ അക്ഷരങ്ങളൊക്കെ എങ്ങനെയാണിതിൽ അടുക്കി വെച്ചിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഭയങ്കര രസകരമായ ഒരു മാത്തമാറ്റിക്കൽ താളമുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. മനസ്സിലാക്കാൻ എളുപ്പത്തിന് ആദ്യത്തെ 10 സ്ലോട്ടുകൾ മാത്രം നമുക്കൊന്ന് വേർതിരിച്ചെടുക്കാം. നോക്കിക്കേ, 1ാമത്തെ ഒഴിവ് OCക്കും, 2ാമത്തേത് EBTക്കും പോകുന്നു, 3ാമത്തേത് വീണ്ടും OC, 4ാമത്തേത് SC. ഈ പാറ്റേൺ കണ്ടോ? ഓപ്പൺ കോമ്പറ്റീഷൻ സ്ലോട്ടുകളും സംവരണ വിഭാഗങ്ങളും തമ്മിൽ ഇങ്ങനെ നിരന്തരം മാറി മാറി വരുന്നൊരു അടിപൊളി പാറ്റേൺ ആണിത്. ഇതൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ വേറൊരു കാര്യം കൂടി പിടികിട്ടും. ഈ ആദ്യത്തെ 10 സ്ലോട്ടുകളിൽ ഒറ്റ സംഖ്യകളിൽ വരുന്നവ, അതായത് 1, 3, 5, 7, ഇതൊക്കെ ജനറൽ കാറ്റഗറിക്കായി അഥവാ OCക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. അതേസമയം ഇരട്ട സംഖ്യകളിൽ വരുന്ന 2, 4, 6, 8, 10 ഒക്കെ കൃത്യമായി സംവരണ വിഭാഗങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എല്ലായ്പ്പോഴും ഈ ഒറ്റയിരട്ട റൂൾ വർക്കാവില്ല കേട്ടോ. ചിലയിടത്ത് ഇത് ബ്രേക്ക് ആവും. അതിനൊരു മികച്ച ഉദാഹരണമാണ് EWS കാറ്റഗറി. ഈ ചാർട്ടിൽ 9ൽ അവസാനിക്കുന്ന ഓരോ സ്ലോട്ടും, അതായത് 9, 19, 29 അങ്ങനെ 99 വരെയുള്ള സ്ലോട്ടുകൾ സ്ഥിരമായി EWSനായി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിലൊരു മാറ്റവുമില്ല. അടുത്ത 10 സ്ലോട്ടുകൾ, അതായത് 11 മുതൽ 20 വരെ നോക്കുമ്പോഴും ഇടവിട്ടുള്ള ഈ ബേസിക് പാറ്റേൺ അവിടെയുണ്ട്. പക്ഷേ റിസർവേഷൻ കാറ്റഗറികളിൽ ചില മാറ്റങ്ങൾ വരും. ഉദാഹരണത്തിന് നമ്മൾ ആദ്യത്തെ 10ൽ കാണാതിരുന്ന വിശ്വകർമ്മ അഥവാ V എന്ന കാറ്റഗറി 20ാമത്തെ സ്ലോട്ടിലൂടെ ഈ സൈക്കിളിലേക്ക് വരുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ ചാർട്ടിൽ കുറച്ചുകൂടി താഴേക്ക് ഒരു 40കളിലേക്കൊക്കെ പോകുമ്പോൾ വളരെ അപൂർവമായി മാത്രം വരുന്ന ചില കാറ്റഗറികളും ഇതിലേക്ക് വരുന്നത് കാണാം. 44ൽ ST, 48ൽ SCC, അതുപോലെ 50ൽ ധീവര കാറ്റഗറിയൊക്കെ വരുന്നത് കണ്ടോ? അതായത് അർഹരായ എല്ലാ വിഭാഗങ്ങൾക്കും ഈ 100 സ്ലോട്ടുകളിൽ എവിടെയെങ്കിലും ഒരു പ്രാതിനിധ്യം ഈ സിസ്റ്റം ഉറപ്പാക്കുന്നുണ്ട്. ഇനി അവസാനത്തെ സെക്ഷൻ, റാങ്ക് ലിസ്റ്റും നിങ്ങളും. ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞിട്ടും ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഇതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര പ്രധാനമാകുന്നത് എന്ന് നോക്കാം. ഇത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റുമായി കണക്ട് ചെയ്യാൻ വളരെ സിമ്പിളായ 3 സ്റ്റെപ്പുകളുണ്ട്. ആദ്യം നിങ്ങളുടെ കാറ്റഗറിയുടെ ചുരുക്കെഴുത്ത് ഏതാണെന്ന് നോക്കുക. രണ്ടാമതായി ഈ 100 പോയിന്റ് സൈക്കിളിൽ നിങ്ങളുടെ കാറ്റഗറി ഏതൊക്കെ സ്ലോട്ടുകളിലാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കുക. മൂന്നാമതായി ജനറൽ വഴിയും റിസർവേഷൻ വഴിയും നിയമനങ്ങൾ എങ്ങനെയാണ് മാറി മാറി പോകുന്നതെന്ന് ട്രാക്ക് ചെയ്യുക. മുൻ വർഷങ്ങളിലെ നിയമന നില കൂടി നോക്കിയാൽ നിങ്ങളുടെ ഊഴം ഏകദേശം എപ്പോഴായിരിക്കും എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ
ഈ ഫുൾ ഗ്രിഡിലേക്ക് ഒന്നുകൂടി നോക്കിക്കേ. നേരത്തെ കണ്ടതുപോലെ വെറുതെ കുറേ അക്ഷരങ്ങൾ വാരി വിതറിയതുപോലെയല്ല ഇപ്പോൾ തോന്നുന്നത്, അല്ലേ? PSC നിയമനങ്ങൾക്ക് ഉപയോഗിക്കുന്ന വളരെ കൃത്യമായ, പക്കയായി പ്രവചിക്കാൻ കഴിയുന്ന ഒരു കിടിലൻ സിസ്റ്റമാണിത്. അപ്പോൾ അവസാനമായി ഞാൻ നിങ്ങളോട് ഈ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ റാങ്ക് ഈ 100 പോയിന്റ് ചക്രത്തിൽ എവിടെയാണ് വരുന്നത്? ഈ സിസ്റ്റം മനസ്സിലാക്കിയതിലൂടെ നിങ്ങളുടെ ആ റാങ്ക് നമ്പറിന്റെ ശരിക്കുമുള്ള പവർ എന്താണെന്ന് ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ നിയമന സാധ്യതകൾ സ്വയം വിലയിരുത്താൻ ഇതൊരുപാട് സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ നിയമനം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. പ്രിയമുള്ളവരെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ രൂപത്തിലുള്ള ഒരു ചർച്ചാ രൂപത്തിലുള്ള സംഭാഷണം കേൾക്കാം. പരീക്ഷ എഴുതി നല്ല മാർക്കോടെ 5ാം റാങ്ക് വാങ്ങിയിട്ടും റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് വളരെ പിന്നിലുള്ള 50ാം റാങ്കുകാരന് നിങ്ങൾക്ക് മുൻപേ നിയമനം ലഭിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അതെ, കേൾക്കുമ്പോൾ ഇതൊരു വലിയ അനീതിയാണെന്ന് തോന്നാമല്ലേ? എന്നാൽ കേരള PSCയുടെ കാര്യത്തിൽ ഇതൊരു മാജിക്കോ അഴിമതിയോ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ തകരാറോ അല്ല. മറിച്ച് വളരെ കണിശമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഗണിതശാസ്ത്ര ചാർട്ടിന്റെ കളികളാണ്. റാങ്ക് ലിസ്റ്റ് എന്നത് നിങ്ങളെ മാർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ലിസ്റ്റ് മാത്രമാണ്. എന്നാൽ ആ ലിസ്റ്റിൽ നിന്ന് ആർക്കൊക്കെ എപ്പോഴൊക്കെ ജോലി കിട്ടും എന്ന് തീരുമാനിക്കുന്നത് ആ റാങ്ക് നമ്പർ അല്ല. ശരിയാണ്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വളരെ ശക്തമായ ഒരു മാട്രിക്സ് ഉണ്ട്. അതാണ് കേരള PSCയുടെ റൊട്ടേഷൻ ചാർട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഡീപ് ഡൈവിൽ ചെയ്യാൻ പോകുന്നത് ഈ സിസ്റ്റത്തിന്റെ ഹൃദയഭാഗമായ 1 മുതൽ 100 വരെയുള്ള അടിസ്ഥാന റൊട്ടേഷൻ ചാർട്ടിനെ വളരെ സൂക്ഷ്മമായി ഡീകോഡ് ചെയ്യുകയാണ്. ഇതൊരു തരം ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു മാസ്റ്റർ ക്ലാസ് ആണ്. പ്രത്യേകിച്ച് PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും വേണ്ടി നമ്മൾ ഒരുക്കുന്ന ഒരു വിശദമായ പഠന ക്ലാസ്. അതെ, ഒരുപാട് പേർക്ക് ആശയക്കുഴപ്പമുള്ള ഒരു വിഷയമാണിത്. മിക്ക ആളുകളും കരുതുന്നത് റാങ്ക് നമ്പർ 1 ആണെങ്കിൽ അയാൾക്ക് ആദ്യം ജോലി കിട്ടും, 5 ആണെങ്കിൽ 5ാമതായി ജോലി കിട്ടുമെന്നാണ്. സ്വാഭാവികമായും അങ്ങനെയാണല്ലോ നമ്മൾ ചിന്തിക്കുക. തീർച്ചയായും. പക്ഷേ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ ഈ ചാർട്ടിന്റെ പ്രവർത്തന രീതി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. റാങ്ക് എന്നത് നിങ്ങൾക്ക് ആ സിസ്റ്റത്തിലേക്ക് കയറാനുള്ള ഒരു യോഗ്യത മാത്രമാണ്. എന്നാൽ നിയമനം ലഭിക്കുന്നത് ഈ 100 നമ്പറുകളുടെ ഒരു സൈക്കിളിനെ, അതായത് ഒരു പ്രത്യേക മാത്തമാറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനെ അടിസ്ഥാനമാക്കിയാണ്. നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്ന പ്രധാന സ്രോതസ് കേരള PSC ഉപയോഗിക്കുന്ന ഔദ്യോഗിക 1-100 റൊട്ടേഷൻ ചാർട്ടാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കിയാൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് തന്റെ അഡ്വൈസ് മെമ്മോ എപ്പോൾ വരുമെന്ന് ഏറെക്കുറെ സ്വയം പ്രവചിക്കാൻ സാധിക്കും. ഇത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. എനിക്കിത് ആലോചിക്കുമ്പോൾ ഈ എയർപോർട്ടിലെ ബോർഡിംഗ് പ്രോസസ് ആണ് ഓർമ്മ വരുന്നത്. ഓ, അതൊരു നല്ല ഉദാഹരണമാണല്ലോ. അതെ, അതായത് നമ്മുടെ കയ്യിലുള്ള ബോർഡിംഗ് പാസ് ആണ് നമ്മുടെ റാങ്ക്. വിമാനത്തിൽ നമുക്കൊരു സീറ്റ് ഉണ്ട് എന്ന് അത് ഉറപ്പ് നൽകുന്നു. പക്ഷേ എയർപോർട്ടിലെ ആ അനൗൺസ്മെന്റ് നമ്മൾ കേട്ടിട്ടില്ലേ? ആദ്യം VIP-കൾ, പിന്നെ സോൺ 1, സോൺ 2, അങ്ങനെ ചില പ്രത്യേക നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആളുകളെ വിമാനത്തിലേക്ക് കയറ്റുന്നത്. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. നമ്മുടെ കയ്യിൽ പാസ് ഉണ്ടെങ്കിലും നമ്മുടെ ആ സോൺ വിളിക്കുന്നത് വരെ നമ്മൾ വരിയിൽ കാത്തു നിൽക്കണം. ഈ റൊട്ടേഷൻ ചാർട്ട് കൃത്യമായി ചെയ്യുന്നത് അതാണ്. ആരാണ് അടുത്തതായി വിമാനത്തിൽ കയറേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ബോർഡിംഗ് അൽഗോരിതം. ആ ഒരു ഉപമ ഈ പ്രോസസ്സിനെ വളരെ ലളിതമായി വിശദീകരിക്കുന്നുണ്ട്. റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് പേരുണ്ടാകും. എന്നാൽ നിയമനം നടക്കുന്നത് ഓരോ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴാണ്. ആ ഒഴിവുകളിലേക്ക് ആളെ എടുക്കുമ്പോൾ സാമൂഹ്യ നീതിയും അർഹതയും ഒരുപോലെ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ 100 പോയിന്റ് റോസ്റ്റർ സിസ്റ്റം സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. കേരളത്തിലെ സംവരണ നിയമങ്ങൾ കൃത്യമായി പാലിച്ച് ആർക്കും അവസരം നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു വലിയ ഗണിതശാസ്ത്രപരമായ ചട്ടക്കൂടാണിത്. ഈ പട്ടികയിൽ ആദ്യം തന്നെ കണ്ണിൽപ്പെടുന്നത് OC അഥവാ ഓപ്പൺ കോമ്പറ്റീഷൻ എന്ന ചുരുക്കരൂപമാണ്. 1, 3, 5, 7, 11, 13, 15, 17 എന്നിങ്ങനെയുള്ള ഒറ്റേക്ക് നമ്പറുകളിൽ ഭൂരിഭാഗവും വരുന്നത് OC ആണ്. ഇതൊരു ഒന്നിടവിട്ടുള്ള പാറ്റേൺ ആണ് കാണിക്കുന്നത്. കൃത്യമാണ്. ഈ ചാർട്ടിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ നിയമം അതാണ്, ബാലൻസിങ്. നിങ്ങൾ പറഞ്ഞതുപോലെ 1ാമത്തെ നിയമനം എപ്പോഴും OC ആയിരിക്കും, 2ാമത്തേത് ഒരു സംവരണ വിഭാഗത്തിനായിരിക്കും, വീണ്ടും 3ാമത്തേത് OC, 4ാമത്തേത് മറ്റൊരു സംവരണ വിഭാഗം. അതായത് ഒന്നിടവിട്ട്. അതെ,
ഒരു ജനറൽ മെറിറ്റ് സീറ്റ്, അതിനുശേഷം ഒരു റിസർവേഷൻ സീറ്റ് എന്ന രീതിയിലാണ് ഈ സൈക്കിൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പലരും വിചാരിക്കുന്നത് OC എന്നാൽ ഫോർവേഡ് കാസ്റ്റ് അഥവാ മുന്നോക്ക സമുദായങ്ങൾക്ക് മാത്രമുള്ളതാണെന്നാണ്. എന്നാൽ അത് അങ്ങനെയല്ല. അല്ല, അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഓപ്പൺ കോമ്പറ്റീഷൻ എന്ന വാക്കിൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട്. അത് എല്ലാവർക്കും ഓപ്പൺ ആണ്. അതെ, അവർക്ക് ഈ OC സീറ്റുകളിലേക്ക് വരാം. ഒരു ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥിക്കോ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥിക്കോ ഉയർന്ന മാർക്കുണ്ടെങ്കിൽ അവർ ഈ ഒറ്റയക്ക നമ്പറുകളിൽ കാണുന്ന OC സീറ്റ് കരസ്ഥമാക്കും. സംവരണ സീറ്റുകൾ അതിനുശേഷമേ പരിഗണിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ ഉയർന്ന റാങ്കുള്ള ഒരു സംവരണ വിഭാഗം ഉദ്യോഗാർത്ഥി OC കോട്ടയിൽ കയറുമ്പോൾ ആ ഉദ്യോഗാർത്ഥിയുടെ കമ്മ്യൂണിറ്റിക്ക് അവകാശപ്പെട്ട റിസർവേഷൻ സീറ്റ് നഷ്ടപ്പെടുന്നില്ല എന്നതാണ് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ആ സീറ്റ് ബാക്കി കിടക്കും. അതെ, ആ റിസർവേഷൻ സീറ്റ് അതേ കമ്മ്യൂണിറ്റിയിലെ തൊട്ടു പിന്നിലുള്ള ആൾക്ക് ലഭിക്കും. ഈ ഒരു സുതാര്യത നിലനിർത്താനാണ് OCയും റിസർവേഷനും ഒന്നിടവിട്ട് നൽകിയിരിക്കുന്നത്. പകുതി സീറ്റുകൾ തികച്ചും മെറിറ്റിന്റെ അടിസ്ഥാനത്തിലും ബാക്കി പകുതി കൃത്യമായ സംവരണ അനുപാതത്തിലും വിതരണം ചെയ്യുന്നു. അപ്പോ ഒന്നിടവിട്ടുള്ള ഈ പാറ്റേൺ അനുസരിച്ച് എല്ലാ ഒറ്റയ്ക്ക നമ്പറുകളും OC ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, എല്ലാ ഒറ്റയ്ക്ക നമ്പറുകളും OC അല്ല. കാരണം 9ാമത്തെ സ്ഥാനത്ത് OC അല്ല ഉള്ളത്. അവിടെ EWS, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 19ാമത്തെ സ്ഥാനത്തും EWS ആണ് വന്നിരിക്കുന്നത്. ഒറ്റയ്ക്ക് നമ്പറുകളുടെ ആ ഒരു തുടർച്ചയായ പാറ്റേൺ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണിത്? അവിടെയാണ് നമ്മൾ മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള EWS സംവരണത്തിന്റെ പാറ്റേൺ മനസ്സിലാക്കേണ്ടത്. 10% അവർക്കുള്ള സംവരണം. ഈ ചാർട്ടിൽ EWSന് വളരെ വ്യക്തമായ തെറ്റാത്ത ഒരു താളമുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ 9ലും 19ലും മാത്രമല്ല അത് വരുന്നത്. ചാർട്ടിലൂടെ താഴേക്ക് നോക്കിയാൽ 9, 19, 29, 39, 49, 59, 69, 79, 89, 99 എന്നീ സ്ഥാനങ്ങളിലാണ് കൃത്യമായി EWS വരുന്നത്. അതെ, ഓരോ 10ാമത്തെ സ്ഥാനത്തും, കൃത്യമായി പറഞ്ഞാൽ 9ൽ അവസാനിക്കുന്ന എല്ലാ നമ്പറുകളിലും EWS ആവർത്തിക്കുന്നു. 100 പേരുടെ ഒരു ലിസ്റ്റിൽ കൃത്യം 10 സ്ഥാനങ്ങൾ ഇവർക്കായി മാറ്റിവെച്ചിരിക്കുന്നു. വാവ്, എനിക്കിത് കാണുമ്പോൾ ആശുപത്രികളിലെ ECG മോണിറ്ററിലെ ഹൃദയമിടിപ്പാണ് ഓർമ്മ വരുന്നത്. ആ മോണിറ്ററിൽ ഒരു നേർരേഖ പോയിട്ട് കൃത്യമായ ഇടവേളകളിൽ ഒരു സ്പൈക്ക് വരുന്നത് പോലെയാണ് ഈ റൊട്ടേഷൻ ചാർട്ടിൽ EWSന്റെ സ്ഥാനം. ശരിക്കും വളരെ കൃത്യമായൊരു അനലോജിയാണത്. ഓരോ 10ാമത്തെ ബിന്ദുവിലും ഒരു കൃത്യമായ സ്പൈക്ക്. ഇത് മനഃപ്പാടമാക്കാൻ വളരെ എളുപ്പമാണ്. 9 വെച്ച് അവസാനിക്കുന്ന നമ്പറുകൾ കണ്ടാൽ അത് EWS ആണെന്ന് ഉറപ്പിക്കാം. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. ഈ 10% സംവരണം ചാർട്ടിന്റെ അവസാനത്തെ 10 സീറ്റുകളായി, അതായത് 91 മുതൽ 100 വരെ ഒരുമിച്ച് കൊടുത്താൽ പോരെ? എന്തിനാണിങ്ങനെ 10ാമത്തെ പൊസിഷനിൽ കൃത്യമായി സ്പൈക്ക് പോലെ കൊടുത്തിരിക്കുന്നത്? അത് വളരെ ലോജിക്കലായ ഒരു സംശയമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിമാനത്തിലെ ബോർഡിംഗ് ഉദാഹരണം തന്നെ എടുക്കാം. 100 ഒഴിവുകൾ ഒരുമിച്ച് വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾ കേരളത്തിൽ വളരെ കുറവാണ്. ചിലപ്പോൾ ഒരു വർഷം ആകെ 10 ഒഴിവുകളാകും റിപ്പോർട്ട് ചെയ്യപ്പെടുക. അവസാനത്തെ 10 സീറ്റുകളിലാണ് EWS കൊടുക്കുന്നതെങ്കിൽ ആദ്യത്തെ 90 ഒഴിവുകൾ നികത്തപ്പെടുന്നത് വരെ ഒരു EWS ഉദ്യോഗാർത്ഥിക്ക് ജോലി കിട്ടില്ല. അതായത് വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. അപ്പം ആ കാത്തിരിപ്പ് ഒഴിവാക്കാനാണല്ലേ? അതെ, ഇങ്ങനെ ഓരോ 10 ഒഴിവ് വരുമ്പോഴും അതിലൊന്ന് EWSന് എന്ന് ഉറപ്പാക്കുമ്പോൾ ആ കാത്തിരിപ്പ് ഒഴിവാവുകയും നിയമനങ്ങളിൽ ഒരു കൃത്യമായ ആനുപാതിക പ്രാതിനിധ്യം എപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നു. വളരെ കൃത്യമായ ഒരു പ്ലാനിംഗ് ആണ് അതിന് പിന്നിലുള്ളത് എന്നിപ്പോ മനസ്സിലായി. അപ്പോൾ 10% വരുന്ന EWSന്റെ ഗണിതം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എനിക്ക് അറിയേണ്ടത് വലിയ കമ്മ്യൂണിറ്റികളുടെ കാര്യമാണ്. EBT, മുസ്ലിം, SC, ST തുടങ്ങിയവ ഈ 100ന്റെ ഗ്രിഡിൽ എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്? കാരണം ചാർട്ടിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ അക്ഷരങ്ങളാണ്. അതെ, നമുക്ക് അത് വിശദമായി നോക്കാം. കേരളത്തിലെ നിയമനങ്ങളിൽ ഏറ്റവും വലിയ സംവരണ ശതമാനം ലഭിക്കുന്നത് EBT അഥവാ ഈഴവ ബില്ലവ തീയ വിഭാഗത്തിനാണ്. 14% ഇവരുടെ സംവരണം. അതായത് ഈ 1 മുതൽ 100 വരെയുള്ള റൊട്ടേഷൻ ചാർട്ടിൽ കൃത്യം 14 സീറ്റുകൾ ഇവർക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിൽ ഒരുപാട് നമ്പറുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ അതെല്ലാം വായിച്ചു ബോറടിപ്പിക്കുന്നില്ല. എന്നാൽ ഇതിന്റെ വിതരണ രീതി വളരെ കൗതുകകരമാണ്. ഏകദേശം ഓരോ 6 മുതൽ 8 സീറ്റുകൾ കഴിയുമ്പോഴും ഒരു EBT കാറ്റഗറി വരുന്നുണ്ട്. അതായത് ചാർട്ടിലുടനീളം അവരുണ്ട്. അതെ, അതുകൊണ്ട് തന്നെ
ഈ വിഭാഗത്തിൽപ്പെട്ട ഉയർന്ന റാങ്കുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ് മെമ്മോ വരാൻ വലിയ കാലതാമസം നേരിടാറില്ല. നമ്മൾ PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ഒരു ചാർട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെയാണ്. ഒരു EBT കാറ്റഗറിയിലുള്ള കുട്ടിക്ക് റാങ്ക് ലിസ്റ്റിൽ കയറിയാൻ വലിയ ഗ്യാപ്പ് ഇല്ലാതെ അഡ്വൈസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ നോക്കുമ്പോൾ മുസ്ലിം കാറ്റഗറിയുടെ കാര്യവും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ചാർട്ടിൽ വളരെ സജീവമായി കാണാം. 12% റിസർവേഷനാണ് ആ വിഭാഗത്തിനുള്ളത്. അതായത് 100-ൽ 12 സീറ്റുകൾ. എനിക്ക് തോന്നുന്നു മിക്കവാറും 6-ൽ അവസാനിക്കുന്ന നമ്പറുകളിൽ, അതായത് 6, 16, 26, 36, ഇതിലൊക്കെ ഒരു വലിയ പങ്കും ഈ വിഭാഗത്തിനാണ് ലഭിക്കുന്നത്. അവരും ഏകദേശം ഓരോ 8 അല്ലെങ്കിൽ 10 സ്ഥാനങ്ങൾ കഴിയുമ്പോൾ ആവർത്തിച്ചു വരുന്നുണ്ട്. അതെ, അപ്പോ ഇവിടെ സിസ്റ്റം ചെയ്യുന്നത് ഈ വലിയ വിഭാഗങ്ങളെ ചാർട്ടിലുടനീളം വളരെ സ്മൂത്തായി വിതരണം ചെയ്യുകയാണ്, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. ഒരു വലിയ വിഭാഗത്തിനും നീണ്ട കാത്തിരിപ്പ് വരാത്ത രീതിയിലാണ് ഈ മാത്തമാറ്റിക്കൽ അൽഗോരിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതേ അൽഗോരിതം ചിലർക്ക് വലിയൊരു കാത്തിരിപ്പും നൽകുന്നുണ്ട്. നമ്മളിനി നോക്കാൻ പോകുന്നത് SC, ST വിഭാഗങ്ങളുടെ വിതരണമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. SC അഥവാ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിന് 8% സംവരണമുണ്ട്. അതായത് ചാർട്ടിലെ 8 സ്ഥാനങ്ങൾ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ ST അഥവാ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് ഈ ചാർട്ടിലെ ഏറ്റവും വലിയ ഗ്യാപ്പ് നമ്മൾ കാണുന്നത്. ഞാൻ ആ STയുടെ സ്ഥാനങ്ങളൊന്ന് നോക്കട്ടെ. ഈ മുഴുവൻ 100-ന്റെ ചാർട്ടിലും ST വിഭാഗം വെറും 2 തവണ മാത്രമാണല്ലോ വരുന്നത്. ഒരൊറ്റ കോളത്തിലും അവരില്ല. 3-ാമത്തെ കോളത്തിൽ 44-ാമത്തെ സ്ഥാനത്തും പിന്നെ അവസാനത്തെ കോളത്തിൽ 92-ാമത്തെ സ്ഥാനത്തും. വെറും 2%. അതെ, 2% സംവരണമാണ് ST വിഭാഗത്തിനുള്ളത്. അതുകൊണ്ടാണ് 100-ൽ വെറും 2 സീറ്റുകൾ മാത്രം അവർക്ക് ലഭിക്കുന്നത്. ഇവിടെയാണ് റാങ്ക് ലിസ്റ്റിലുള്ള ഒരാളെ സംബന്ധിച്ച് ഈ കാത്തിരിപ്പ് എത്രത്തോളം വലുതായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ST ഉദ്യോഗാർത്ഥി അവരുടെ സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റിൽ 3-ാമതാണ് എന്ന് കരുതുക. അവർക്ക് ജോലി കിട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം? വലിയൊരു പ്രോസസ്സ് നടക്കണം. ആദ്യം 44-ാമത്തെ റൊട്ടേഷൻ എത്തണം. അപ്പോൾ 1-ാം റാങ്കുകാരന് ജോലി കിട്ടും. പിന്നെ 92-ാമത്തെ റൊട്ടേഷൻ എത്തണം. അപ്പോൾ 2-ാം റാങ്കുകാരന് ജോലി കിട്ടും. 3-ാമത്തെ ആൾക്ക് ജോലി കിട്ടണമെങ്കിലോ ഈ 100 പേരുടെ സൈക്കിൾ മുഴുവൻ കഴിഞ്ഞ് അടുത്ത പുതിയൊരു 100 പേരുടെ സൈക്കിൾ തുടങ്ങി അതിൽ വീണ്ടും 44 എത്തുമ്പോഴാണ് ഈ 3-ാമത്തെ ആൾക്ക് അഡ്വൈസ് പോവുക. അതായത് ഇടയിൽ ഏകദേശം 50ഓളം മറ്റ് നിയമനങ്ങൾ നടക്കണം. ഈ ഒരു യാഥാർത്ഥ്യമാണ് പല ഉദ്യോഗാർത്ഥികൾക്കും അറിയാത്തത്. റാങ്ക് ലിസ്റ്റിൽ എനിക്ക് 3-ാം റാങ്ക് ആണല്ലോ, എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഈ റൊട്ടേഷൻ ഗ്യാപ്പ് മനസ്സിലാവുമ്പോൾ വലിയ നിരാശ തോന്നാറുണ്ട്. തീർച്ചയായും. പക്ഷേ ഇത് വ്യക്തിപരമായി ആർക്കെങ്കിലും എതിരെ ഉണ്ടാക്കിയ നിയമമല്ല. സംസ്ഥാനത്തെ ജനസംഖ്യാ അനുപാതവും നിലവിലെ നിയമങ്ങളും അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയതാണ്. റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് റാങ്ക് കിട്ടി എന്നതിലുപരി ആ ലിസ്റ്റിൽ നിന്നുള്ള നിയമനം റൊട്ടേഷൻ ചാർട്ടിൽ നിലവിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ഭാവി. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ വളരെ ഉയർന്ന റാങ്ക് ലക്ഷ്യം വെക്കണം എന്ന് നമ്മൾ എപ്പോഴും പറയാൻ കാരണവും ഇതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നമ്മൾ വെറും ഒരു റാങ്ക് വാങ്ങിയാൽ പോരാ, റാങ്ക് നമ്പറിനൊപ്പം തന്നെ റൊട്ടേഷൻ നമ്പർ കൂടിയാണ് നമ്മുടെ വിധി തീരുമാനിക്കുന്നത്. ഇനി ഞാൻ ഈ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഈ വലിയ കാറ്റഗറികളൊക്കെ മാറ്റിവെച്ചാൽ വളരെ അപൂർവമായി മാത്രം വരുന്ന ചില കള്ളികളുണ്ട്. ചാർട്ടിലെ അപൂർവ സ്ഥാനങ്ങൾ അഥവാ ഹിഡൻ ജെംസ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. ഇതിലെ രസകരമായ കാര്യം എന്താണെന്നാൽ ഈ ചെറിയ കാറ്റഗറികളെല്ലാം 38-നും 60-നും ഇടയിലാണ് വന്നിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാവും? ആദ്യത്തെ ഒരു തിരക്ക് കഴിഞ്ഞിട്ട് ഇവർക്ക് ഇടം കൊടുക്കുന്നതാണോ ഈ അൽഗോരിതം? അവിടെയാണ് ഈ സിസ്റ്റത്തിന്റെ യഥാർത്ഥ സ്വഭാവം കിടക്കുന്നത്. നിങ്ങൾ പറഞ്ഞ ആ ചെറിയ കാറ്റഗറികൾ ഏതൊക്കെയെന്ന് നമുക്ക് ആദ്യം നോക്കാം. SIUCN, SCCD, HN എന്നിവയാണവ. ഇതിൽ SIUC1 എന്നാൽ സൗത്ത് ഇന്ത്യൻ യുണൈറ്റഡ് ചർച്ച് നാടാർ എന്നാണ്. ഇവർക്ക് ഈ 100-ന്റെ ലിസ്റ്റിൽ ഒരേ ഒരു സ്ഥാനമേ ഉള്ളൂ, കൃത്യം 38-ാമത്തെ സ്ഥാനം. അതുപോലെ തന്നെ SCCC അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി, അവർക്കും ഒരു തവണ മാത്രമാണ് അവസരം, 48-ാമത്തെ സ്ഥാനത്ത്. അപ്പോ 1% സംവരണമേ ഇവർക്കുള്ളൂ. അതെ. തൊട്ടു പിന്നാലെ 50-ാമത്തെ സ്ഥാനത്ത് D അഥവാ ധീവര വിഭാഗം വരുന്നു.
പിന്നീട് 60ാമത്തെ സ്ഥാനത്ത് HN അഥവാ ഹിന്ദു നാടാർ വിഭാഗവും. ഇവർക്കെല്ലാം 1% വീതമാണ് സംവരണം. അതായത് ഈ അപൂർവ വിഭാഗങ്ങളെല്ലാം വന്നിരിക്കുന്നത് ചാർട്ടിന്റെ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ്. ആദ്യത്തെ 30 സ്ഥാനങ്ങളിലോ അവസാനത്തെ 40 സ്ഥാനങ്ങളിലോ ഇവരെ കാണാനേയില്ല. ഇത് കൂടാതെ മറ്റു ചില ചെറിയ വിഭാഗങ്ങൾ കൂടിയുണ്ട്. LCAI അതായത് ലാറ്റിൻ കാത്തലിക് അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ, ഇവർക്ക് 4% റിസർവേഷൻ ഉണ്ട്. അതായത് 8, 22, 68, 94 എന്നീ സ്ഥാനങ്ങളിൽ. OBC അതായത് അതർ ബാക്ക്വേർഡ് ക്ലാസസ്, അതുപോലെ V അഥവാ വിശ്വകർമ്മ എന്നീ വിഭാഗങ്ങൾക്ക് 3% വീതവും സ്ഥാനങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാത്തിരിപ്പിന്റെ ഭീകരത ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഈ 1% മാത്രം സംവരണമുള്ള വിഭാഗങ്ങളാകുമല്ലേ? സംശയമില്ല. 100 പേരുടെ ഒരു റൊട്ടേഷൻ സൈക്കിൾ പൂർത്തിയാകുമ്പോൾ അതിൽ ഒരൊറ്റ സീറ്റ് മാത്രമാണ് ഒരു ഹിന്ദു നാടാർ അല്ലെങ്കിൽ ധീവര വിഭാഗത്തിന് ലഭിക്കുക. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം 1-ാമതാണെങ്കിൽ പോലും റൊട്ടേഷൻ എവിടെ നിൽക്കുന്നു എന്നത് നിങ്ങളുടെ നിയമനത്തെ സംബന്ധിച്ച് നിർണായകമാണ്. ഒന്ന് വിശദീകരിക്കാമോ? ഉദാഹരണത്തിന് റൊട്ടേഷൻ 61-ൽ നിൽക്കുമ്പോഴാണ് പുതിയൊരു റാങ്ക് ലിസ്റ്റ് വരുന്നതെങ്കിൽ ആ ലിസ്റ്റിലെ 1-ാം റാങ്കുകാരനായ ഹിന്ദു നാടാർ ഉദ്യോഗാർത്ഥിക്ക് ജോലി ലഭിക്കാൻ ആ റൊട്ടേഷൻ 100 കഴിഞ്ഞ് വീണ്ടും 1-ൽ നിന്ന് തുടങ്ങി 60 വരെ എത്തണം. മൈ ഗോഡ്, അതൊരു വലിയ കാത്തിരിപ്പാണ്. ഇവിടെ എനിക്കൊരു സംശയം തോന്നുന്നു. ഇപ്പൊ 38-ാമത്തെ സ്ഥാനം SUCN വിഭാഗത്തിനാണ്. റാങ്ക് ലിസ്റ്റിൽ നിന്ന് അവരെ വിളിക്കാൻ സമയമായി. എന്നാൽ ആ റാങ്ക് ലിസ്റ്റിൽ ആ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പോലും ഇല്ലെന്ന് കരുതുക. അപ്പോ ആ സീറ്റ് വെറുതെ കിടക്കുമോ, അതോ അടുത്ത ആൾക്ക് കൊടുക്കുമോ? അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതൊരു മികച്ച ചോദ്യമാണ്. PSCയുടെ നിയമപ്രകാരം ഇതിനെ NCA അഥവാ നോ കാൻഡിഡേറ്റ് അവൈലബിൾ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ആ സീറ്റ് വെറുതെ നഷ്ടപ്പെടുത്തില്ല. ആണോ? അതെ, താൽക്കാലികമായി ആ ഒഴിവ് മറ്റൊരു വിഭാഗത്തിന് വ്യവസ്ഥകൾ പ്രകാരം കൈമാറുകയും എന്നാൽ ഭാവിയിൽ SUCN വിഭാഗത്തിനായി മാത്രം ഒരു പ്രത്യേക പരീക്ഷ നടത്തി അതിനെ നമ്മൾ NCA നോട്ടിഫിക്കേഷൻ എന്ന് പറയും, ആ സീറ്റ് അവർക്ക് തന്നെ തിരികെ നൽകുകയും ചെയ്യും. വാവ്, അതായത് ആ ഒറ്റ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം ഒരു പുതിയ പരീക്ഷ നടത്തും. റൊട്ടേഷൻ ചാർട്ടിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് അവകാശപ്പെട്ട സ്ഥാനം എന്ത് സംഭവിച്ചാലും അവർക്ക് തന്നെ ലഭിക്കും എന്ന് ഉറപ്പുവരുത്തുന്ന വളരെ ശക്തമായ ഒരു സംവിധാനമാണിത്. അവിടെ ആർക്കും നീതി നിഷേധിക്കപ്പെടുന്നില്ല. അപ്പോ നമ്മൾ ഈ ചാർട്ടിന്റെ ഓരോ ഇഞ്ചും പരിശോധിച്ചു കഴിഞ്ഞു. ഇതൊരു വെറുമൊരു പേരുകളുടെയും നമ്പറുകളുടെയും പട്ടികയല്ല എന്ന് ഇപ്പോൾ വ്യക്തമായി. ഇത് വളരെ കൃത്യതയോടെ കണക്കുകൂട്ടി തയ്യാറാക്കിയ ഒരു മെട്രിക്സ് ആണ്. OCD തങ്ങളുടെ മെറിറ്റ് അടിസ്ഥാനമാക്കി എല്ലാ ഒറ്റയക്ക നമ്പറുകളിലും സാന്നിധ്യം അറിയിക്കുമ്പോൾ 10-ാമത്തെ ബിന്ദുക്കളിൽ EWS തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുന്നു. അതെ, ഈഴവ മുസ്ലിം വിഭാഗങ്ങൾക്ക് കൃത്യമായ ഇടവേളകളിൽ നിയമനം ലഭിക്കുമ്പോൾ ST, SUCN പോലുള്ള വിഭാഗങ്ങൾക്ക് തങ്ങളുടെ ഊഴത്തിനായി വലിയൊരു സൈക്കിൾ പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുന്നു. ഇതെല്ലാം നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് തന്നെ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങളാണ്. അതെ, PSC പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും ഈ ചാർട്ട് വെറുതെ കണ്ടുപോയാൽ പോരാ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു, നിങ്ങൾക്ക് മുൻപിൽ എത്ര പേരുണ്ട് എന്നതിലുപരി കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഈ റൊട്ടേഷൻ ചാർട്ട് എവിടെ വെച്ചാണ് അവസാനിച്ചത് എന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. അത് വളരെ പ്രാക്ടിക്കലായ ഒരു ടിപ്പാണ്. തീർച്ചയായും അത് മനസ്സിലാക്കിയാൽ പുതിയ ലിസ്റ്റിൽ നിങ്ങൾക്ക് എപ്പോൾ അഡ്വൈസ് മെമ്മോ ലഭിക്കുമെന്ന് ഏകദേശം കണക്കുകൂട്ടാൻ സാധിക്കും. പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ ചോദിക്കാറുണ്ട്, എനിക്ക് നല്ല റാങ്ക് ഉണ്ടായിട്ടും എന്തുകൊണ്ട് അഡ്വൈസ് വരുന്നില്ല എന്ന്. അതിന്റെ ഉത്തരം ഈ ചാർട്ടിലുണ്ട്. ഈ അറിവ് അനാവശ്യമായ ഉത്കണ്ഠ ഒഴിവാക്കാനും യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ സമീപിക്കാനും സഹായിക്കും. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇതൊരു വലിയ ഊർജം നൽകും. അപ്പൊ നമ്മൾ ഈ ക്ലാസ് അവസാനിക്കുന്നതിന് മുൻപ് ഈ റൊട്ടേഷൻ ചാർട്ടുമായി ബന്ധപ്പെട്ട് ഞാൻ ശ്രോതാക്കളുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം ഇട്ടു തരികയാണ്. ഇത്രയും നേരം നമ്മൾ ഈ സൈക്കിൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടു. ഈ 1 മുതൽ 100 വരെയുള്ള ചാർട്ട് ഒരു ഫിക്സഡ് ടെംപ്ലേറ്റ് ആണല്ലോ. ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുമ്പോൾ, അതായത് ആ ലിസ്റ്റിൽ നിന്നുള്ള അവസാനത്തെ നിയമനം നടക്കുമ്പോൾ ഈ റൊട്ടേഷൻ ചാർട്ടിലെ 47-ാമത്തെ സ്ഥാനത്തായ OCയിലാണ് അത് അവസാനിച്ചതെങ്കിൽ എന്ത് സംഭവിക്കും? അതൊന്ന് ചിന്തിച്ചു നോക്കൂ. അതേ തസ്തികയിലേക്കുള്ള അടുത്ത പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിൽ നിന്നുള്ള ആദ്യത്തെ നിയമനം വീണ്ടും 1-ാമത്തെ സ്ഥാനമായ OCയിൽ നിന്ന് തന്നെ പുതുതായി തുടങ്ങുമോ? ഇതൊരു വളരെ രസകരമായ ചിന്തയാണ്. അതോ
പഴയ ലിസ്റ്റ് അവസാനിച്ചതിന്റെ കൃത്യം തുടർച്ചയായി, അതായത് 48ാമത്തെ സ്ഥാനമായ SCCയിൽ നിന്ന് തന്നെ നിയമനം ആരംഭിക്കുമോ? ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് മറ്റൊരു റാങ്ക് ലിസ്റ്റിലേക്ക് മാറുമ്പോൾ ഈ റൊട്ടേഷൻ ചാർട്ടിന്റെ തുടർച്ച എങ്ങനെയുണ്ടാകും എന്ന ഈ ഒരു ചോദ്യത്തെക്കുറിച്ച് നിങ്ങൾ സ്വയം അന്വേഷിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഉത്തരം നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും.